നമ്മൾ ഈ കൊറിയൻ പടങ്ങളൊക്കെ കാണുന്നത് പോലെ നമുക്ക് ഈ കൊറിയക്കാരുടെ രുചി ഇടയ്ക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പം ഇന്ന് ഞാൻ ആ പരീക്ഷണത്തിലോട്ട് കടന്നിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇത് ഈ പോട്ട് കൊറിയൻ റമീൻ എന്ന ഒരു നൂഡിൽസാണ് സംഭവം. ഇത് പൊട്ടിച്ചപ്പോൾ നമ്മുടെ മാഗി ഇപ്പിയൊക്കെ പോലെയാണ്. അതിൽ കൂടി 2 മസാല ഉണ്ടായിരുന്നേ. ഒന്ന് ഈ വെജീസ്, ഇതിലാണെങ്കിൽ ഈ ചക്കി വെജീസിൽ ഈ ഒരുപാട് വലിയ കഷ്ണങ്ങളുള്ള വെജീസാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് ആ മസാല, അതാണ് ഈ എരിയും പുളിയും കൂടി കലർന്ന ഒരു ടേസ്റ്റാണ് ഈ ഒരു മസാലയ്ക്കുള്ളത്. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. കാരണം ഞാൻ പറഞ്ഞില്ല, വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് വെജിറ്റബിൾസ് ഇതിലുണ്ടായിരുന്നത്. സംഭവം ആദ്യം നമ്മൾ ഇതിൽ ബേക്കിൽ എഴുതിയിരുന്നതെന്ന് പറഞ്ഞാൽ 3 കപ്പ് വെള്ളം, ഒരു കവറിന് 3 കപ്പ് വെള്ളം, 3 കപ്പ് വെള്ളം ബോയിൽ ചെയ്തിട്ട് നമ്മുടെ ഈ ഇതിലുള്ള സംഭവങ്ങൾ, അതായത് നമ്മുടെ ഈ നൂഡിൽസും ഈ മസാലയും ഈ വെജീസും എല്ലാം കൂടി അതിലോട്ടങ്ങ് തട്ടുക. ഇതുപോലെ വെജീസൊക്കെ കണ്ടാൽ നല്ല വലിയ വലുപ്പത്തിലാണ്. കുറേ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിൽ നിന്നൊക്കെ വലിയ വലിയ ഇലകളൊക്കെ, എന്തിൻ്റെ ഇലയാണെന്ന് ദൈവത്തിനറിയാം, ഇലകളെല്ലാം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നേ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, ടൊമാറ്റോ, അതിൻ്റെ ഒരു കഷ്ണം വന്നു, സവാളയുടെ പല പല കഷ്ണങ്ങൾ വന്നു, പിന്നെ എന്തൊക്കെയോ നമുക്കറിഞ്ഞുകൂടാത്ത പല പല സാധനങ്ങളും അതിൽ നിന്ന് ഒന്ന് തിളച്ച് വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷം പൊങ്ങി വന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നേ, വെള്ളം കൂടിപ്പോകുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്തോന്ന്, നമ്മൾ മാഗിയും ഇപ്പിയൊന്നും ഉണ്ടാക്കും പോലെയല്ല, അവർ 3 കപ്പ് വെള്ളമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം 3 കപ്പ് വെള്ളവും ഞാൻ ചേർത്തു. നമ്മുടെ കവറിൽ ഇതുപോലത്തെ മാഗിയാണ്, കൊറിയൻ റമീൻ. പക്ഷേ നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ എന്താ പച്ച വെള്ളം പോലെ ആയിപ്പോയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ സമയം കുക്ക് ചെയ്തു. പിന്നെ ഈ കൊറിയൻ റമീൻ എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിലും നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേ കൊറിയൻ റമീൻ എന്ന് പറഞ്ഞാൽ കൊറിയൻ ഫ്ലേവർ എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന്. അതായത് കൊറിയൻ വിഭവങ്ങളിൽ പ്രശസ്തമായ കിംചി ഫ്ലേവറിലുള്ള ഒരു വെജിറ്റബിൾ നൂഡിൽസാണ് ഈ ഒരു സാധനം. അപ്പം നല്ല എരിവും പുളിയും കലർന്ന രുചിയാണ് ഇതിനുള്ളതെന്നും ഇതിൽ പറയുന്നു. പിന്നെ എന്തോന്നാണ്, പ്രോട്ടീന് 9 ഗ്രാം എന്തോ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന്. നോ പ്രിസർവേറ്റീവ്സ്, അതായത് പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഇതിൽ അടങ്ങിയിട്ടില്ല എന്ന് ഈ കവറിൽ പറയുന്നുണ്ട്. ദൈവത്തിനറിയാം എന്താണെന്നൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്യണമല്ലോ അങ്ങനെ. പക്ഷേ തിളച്ചൊക്കെ വന്നൊന്ന് വറ്റി വരാൻ ഒരുപാട് സമയമെടുത്തു. അപ്പോൾ ഫൈനലി നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. പടമൊക്കെ കണ്ടാൽ നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കും. ഇതാണ് സാധനം. ടൻ. ഇതാണോ ഈ കാണുന്ന ഈ സാധനം? പക്ഷെ എന്തായാലും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ആ സ്മെല്ലിങ്ങനെ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് അത് എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല ആ സ്മെല്ല്. അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കി ഞാൻ ഇതിൻ്റെ രുചി എന്താണെന്നോ എന്നൊന്നും എനിക്കറിഞ്ഞൂടെ. എൻ്റെ ഒരു അഭിപ്രായം ആരും ചോദിക്കേണ്ട, കാരണം എനിക്കറിയില്ല. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് നേരെ 2 മക്കൾക്കും കൂടി കൊണ്ട് കൊടുക്കുകയാണ്. ഈ അഭിപ്രായമൊക്കെ അവർ പറഞ്ഞെങ്കിലും ഞാൻ ആത്മാർത്ഥമായി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നെന്നാണ് അവർ പറഞ്ഞത്. പ്രത്യേകിച്ച് മോശമൊന്നും പറഞ്ഞില്ല. അവരെല്ലാം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.